ടോണയുടെ കണ്ണുനീർ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അവൾക്കറിയാം അവൾ പഴയ പോലെയല്ലെന്ന്. പഠനത്തിൽ മിടുക്കിയായ അവൾക്കിപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. 2 മിനിറ്റ് നടന്നാൽ അവൾ തളർന്ന് താഴെ വീഴും. 2022 ഞങ്ങൾ ടോണയുടെ വീട്ടിലെത്തിയത്, ടോണയെ കാണാനെത്തിയത്. അന്ന് പറയാനുണ്ടായിരുന്നത് ടോണ നേരിട്ട ഒരു അപൂർവ രോഗവും അതുമായി ബന്ധപ്പെട്ട അവരുടെ ചികിത്സാ പ്രതിസന്ധിയും ഒക്കെയായിരുന്നു. പക്ഷെ ഇന്ന് പറയാൻ പോകുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താ? എനിക്ക് SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും സന്തോഷമായി. എത്ര ദിവസം സ്കൂളിൽ പോകാൻ പറ്റി? എല്ലാ ദിവസവും പോകാൻ പറ്റിയോ? എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷീണം വന്ന്, ഞങ്ങളുടെ സ്കൂളിൽ ഫുള്ള് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ ക്ഷീണം വരാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ പഠിച്ചു? ഞാൻ വൈകുന്നേരങ്ങളിലായിരുന്നു പഠിക്കാറ്. പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ പോയി നോട്ട്സൊക്കെ എഴുതിയെടുത്ത് പഠിക്കും. പിന്നെ ഫ്രണ്ട്സ് എന്നെ സഹായിക്കാറുണ്ട്. പോകാത്ത ദിവസങ്ങളിൽ നോട്ട് സെൻഡ് ചെയ്തൊക്കെ തരും. ടോണയ്ക്ക് ശ്വാസകോശത്തിൽ വളരെ അപ്രതീക്ഷിതമായി സമ്മർദ്ദം കൂടുന്ന അപൂർവമായിട്ടുള്ള രോഗമാണ്. അമൃത ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട തുടർച്ചയായി ചികിത്സ നൽകുന്നു. ഇപ്പോഴും ആ പ്രശ്നം അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടല്ലേ? ശ്വാസമുട്ടലൊക്കെ ഉണ്ട്. ഇന്നലെ തന്നെ ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അവിടെ 3ാം നിലയിലായതുകൊണ്ട് സ്റ്റെപ്പുകൾ കയറണമായിരുന്നു. അന്നേരം എനിക്ക് ശ്വാസം മുട്ടിയായിരുന്നു. അപ്പോൾ കസേര പോയി പെട്ടെന്ന് തന്നെ അങ്ങ് ഇരിക്കുമായിരുന്നു. കുറേ നേരം ശ്വാസം മുട്ടലുണ്ടായിരുന്നു. 10ാം ക്ലാസ് ജയിച്ചു. ഇനിയിപ്പോൾ അടുത്ത +2 സയൻസ് ഞാൻ എടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടം മാത്സ് ടീച്ചർ ആവാനാണ്. അപ്പം അതിലേക്ക് ഫോക്കസ് ചെയ്യണം. ടോണയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ കുടുംബത്തിന് പ്രതിസന്ധിയുണ്ട്. ഒരു മാസം തന്നെ ഏതാണ്ട് 12,000-ലധികം രൂപ മരുന്നുകൾക്ക് മാത്രമായി വേണം. വളരെ കൂലിപ്പലി ചെയ്ത് ജീവിക്കുന്ന കുടുംബമാണ് ടോണയുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ ഇനിയും ഈ കുട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം വേണം, മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജെയിനസ് രാജു ചേരുന്നുണ്ട് തത്സമയം. ജെയിൻ, പഠിക്കാൻ എല്ലാവിധ സൗകര്യവും ഉണ്ടായിട്ടും അതിന് മാത്രം മുതിരാതെ, പഠനത്തിൽ മികവ് പുലർത്താതെ സോഷ്യൽ മീഡിയയുടെ ലോകത്തൊതുങ്ങിക്കൂടുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റായ വഴിയിലൂടെ പോകുന്ന ഒരുപാട് കുട്ടികളുള്ളൊരു സമൂഹമാണ്. ആ ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവർക്കിടയിലൊക്കെ ടോണ വ്യത്യസ്തയാകുന്നത് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രാധീനതകളുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ ഫുൾ A+ നേട്ടം. അതിന് മാധുര്യമേറും. അതിൻ്റെ ഒരു വ്യത്യസ്ത തട്ടിൽ തന്നെ അതിരിക്കുമെന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാവർക്കും പ്രചോദനമാകുന്ന, എല്ലാവരും മാതൃകയാക്കേണ്ട ഒരാൾ തന്നെയാണ് ടോണ. ഒരു അസുഖം എന്ന രീതിയിലാണെങ്കിൽ ആ രീതിയിലും അതിനെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പഠനം എന്നുള്ള കാര്യമാണെങ്കിലും അതെ, സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ പഠിക്കാൻ ഒരു മനസ്സിനൊരു ആർജവം വേണം. ആ ഒരു ആർജവം ടോണയ്ക്കുണ്ട്. അതോടുകൂടി തന്നെയാണ് ടോണ ഇപ്പോൾ തന്നെ വിജയിച്ചിരിക്കുന്നു. ഇനി ജീവിതത്തിൽ എത്ര തന്നെ മുൻപോട്ട് പോകുമ്പോഴും ഈ ഒരു വിജയം എന്ന് പറയുന്നത് അതിപ്പോൾ ജീവിതത്തിൽ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്ന വലിയ ഒരു കുടുംബത്തിന്റെ ഒരു കൈത്താങ്ങ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ടോണയെ ഇനി അവരുടെ ഒരു പ്രതീക്ഷയായിരിക്കും, അവരുടെ ഒരുപാട് സ്വപ്നമായിരിക്കും ടോണ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ടോണയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. 2022 സെപ്റ്റംബർ മാസത്തിലാണ് ടോണയുടെ ഈ അപൂർവ രോഗവുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്യുന്നതിനായി ആദ്യമായി ടോണയുടെ വീട്ടിൽ പോകുന്നത്. അന്ന് ആ കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി വലിയ നിരാശയിലായിരുന്നു, ഭയങ്കര ദുഃഖത്തിലായിരുന്നു. ആ കുട്ടി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയവും കരയുകയാണ് ചെയ്തത്. കാരണം 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അപ്രതീക്ഷിതമായിട്ടാണ് ഈ അപൂർവ രോഗം ആ കുട്ടിയെ ബാധിക്കുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് കുടുംബം അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനൊരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അമ്മയ്ക്ക് ടോണയുടെ ഈ അസുഖം മൂലം മറ്റു ജോലികൾക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഈ കുട്ടിയെ കാണാൻ പോകുന്നത്. അന്ന് പല ആളുകളുടെ, അവിടുത്തെ ജനപ്രതിനിധികളുടെ അടക്കം സഹകരണത്തോടെയാണ് ഈ കുട്ടിക്കുള്ള ചികിത്സാ സഹായമൊക്കെ കണ്ടെത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വാർത്ത നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം അവിടെ പോകുന്നത്. ഇന്ന് വീണ്ടും അവിടെ എത്തുമ്പോൾ പഴയ ടോണയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം വലിയ ആത്മവിശ്വാസമുണ്ടായി എന്നുള്ളതാണ്. കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ് അവൾ സംസാരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. അവൾക്കൊരു അധ്യാപിക ആകണം എന്നൊരു ലക്ഷ്യമുണ്ട്. പ്രത്യേകിച്ച് മാത്സ് വിഷയമെടുത്ത് അതിൽ ഒരു അധ്യാപിക ആകണം എന്നുള്ളതാണ് ആ കുട്ടിയുടെ ആഗ്രഹം. ഇതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ജീവിത സാഹചര്യങ്ങൾ ഒരാളെ പാകപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരുപാട് സൗകര്യങ്ങളുള്ള വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊന്നുമില്ലാതിരുന്ന
സൗകര്യങ്ങളില്ലാതിരുന്നിട്ട് കൂടി ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ കഠിനമായിട്ടുള്ള ശ്രമവും കൊണ്ട് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ടോണയെ വ്യത്യസ്തമാക്കുന്നത്. നമുക്കറിയാം ഈ SLC പരീക്ഷയുമായി ബന്ധപ്പെട്ട റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട്. ഒരു A+ ലഭിക്കുന്നത് ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു കാര്യമല്ല താനും. പക്ഷേ ടോണയുടെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാകുന്നത് ടോണ കടന്നു പോകുന്ന ജീവിത പരീക്ഷയിൽ കൂടിയാണ്. ആ ജീവിത പരീക്ഷ കൂടി വിജയിച്ചാണ് ടോണ 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയിരിക്കുന്നത്. ഇനി അവൾക്ക് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏത് സമയത്തും തലകറങ്ങി വീഴാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണ്. കാരണം ശ്വാസകോശത്തിലെ സമ്മർദ്ദമാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഈ കുട്ടി തലകറങ്ങി വീഴും അല്ലെങ്കിൽ തളർന്നു വീഴുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി സ്കൂളിൽ പോകാൻ പോലും കഴിയാതെയാണ് ആ കുട്ടി ഇരുന്ന് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഇനിയും കുട്ടികളൊക്കെ ടോണയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചാണ് ഫുൾ A+ എന്നൊരു നേട്ടം ടോണ കൈവരിച്ചത്. അപ്പോൾ ടോണയ്ക്ക് ഇനിയും ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട്. ജീവിതം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാനുണ്ട്. ഇനിയും പഠിക്കാനുണ്ട്. ആ ആഗ്രഹവും ടോണയ്ക്കുണ്ട്. അപ്പോൾ കഴിയുന്നവർ പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ടോണയുടെ ചികിത്സയ്ക്കായി നൽകുക എന്നുള്ളത് മാത്രമാണ് ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്. ഇനിയും ഒരുപാട് വിജയങ്ങൾ കീഴടക്കാനായി ടോണയ്ക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും.